ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റയർ വെറൈറ്റി ബൊഗൈൻവില്ല നല്ല ചെറിയ കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കവർ സൈസ് പ്ലാന്റുകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവും, എനിക്കും അതൊരു എളുപ്പമായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പം ഈ വാട്സപ്പിൽ മെസ്സേജുകൾ ആവശ്യമില്ലാതെ ഒരുപാട് മെസ്സേജുകൾ അയക്കുകയും അതിന് റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് മെസ്സേജ് എന്ന് പറയാൻ 100 കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടണമെന്ന് വരില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്ന കംപ്ലൈൻ്റ് ആണ് നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ 100 കണക്കിന് മെസ്സേജുകൾ ഒരേ സമയത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. റിപ്ലൈ കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റിനൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് പാക്കിങ് ചെയ്ത് പാർസൽ ചെയ്ത് നിങ്ങൾക്ക് അയക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 24 മണിക്കൂറും നമുക്കിപ്പോൾ മെസ്സേജ് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസം വരും, നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ പരമാവധി മെസ്സേജിന് റിപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിയില്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് പോയിക്കൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വാട്സപ്പിലൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ മനഃപൂർവ്വം അല്ല നമ്മൾ വീഡിയോ ഇടുന്നത്. നമുക്കൊരു ബിസിനസ്സിന് ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ മനഃപൂർവ്വം അതിന് റിപ്ലൈ തരാതിരിക്കില്ല, ക്ഷമിക്കുക. ചില സമയത്ത് മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസം വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് പരിഗണിക്കുക. അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും മറക്കാതെ, തെറ്റാതെയുള്ള പിൻകോഡ് തന്നെ അയക്കുക. ചില ആൾക്കാരൊക്കെ പിൻകോഡ് തെറ്റിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ മിസ്റൂട്ടായി പോകുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നീട് നമ്മളത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും തിരക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതും കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള അഡ്രസ്സും പിൻകോഡും നിങ്ങൾ തരിക ദയവായി. അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് DTDC ആണ്, കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ. അപ്പം പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയായാലും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല, തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. ട്രാൻസ്ഫർ അക്കൗണ്ട് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ക്യാഷ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് അടർണയാണ്. അടർണയുടെ കവർ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. കവർ സൈസ് ആയാലും നമുക്ക് എല്ലാം നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കൽക്കട്ട പ്ലാന്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, ഇതെന്താ നിങ്ങൾ സിമെന്റിലാണോ ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത്, സിമെന്റ് ആണോ ഇതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, സിമെന്റിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഈ സിമെന്റ് കട്ട കെട്ടിപ്പോലെ, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കട്ട കെട്ടി, പിന്നെ ഈ പ്ലാന്റ് എന്തിനാ കൊള്ളുക? അപ്പോൾ ഇത് സിമെന്റ് അല്ല കേട്ടോ. ചില ആൾക്കാർ തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഇത് കൽക്കട്ട ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കവർ മാറ്റാതെ തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുന്നത്. അപ്പോൾ ഈ കവർ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലേഡ് വെച്ച് ഇങ്ങനെ കീറി പതുക്കെ ഇത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് റൂട്ടുകൾ വന്നിട്ടുണ്ട്. ആ റൂട്ടുകൾ മോശം വരാത്ത രീതിയിൽ വേണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. എല്ലാത്തിനും റൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് സെറ്റായിട്ടുള്ള പ്ലാന്റുകളാണ്. മിക്കവാറും എല്ലാത്തിലും ഫ്ലവർ എല്ലാത്തിലൊക്കെ വരാൻ തുടങ്ങിയിട്ട്, എല്ലാത്തിനും ഫ്ലവറുള്ള ചെടി ചോദിക്കരുത്. കാരണം എല്ലാത്തിലും ഒന്ന് ഫ്ലവറായിട്ടുള്ള ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിയ പ്ലാന്റാണ്. കാരണം ഇത് കണ്ടില്ല, അടർണയുടെ പ്ലാന്റാണ് ഇത് കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല കളർ വെരിഗേറ്റഡ് ആയി വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ്. മിക്കവാറും ചിലതിലൊക്കെ പൂക്കളായിട്ടുണ്ട്. ഇതുപോലെ എല്ലാത്തിലും ഒന്നുമില്ല പൂക്കളുള്ള പ്ലാന്റ് ദയവ് ചെയ്ത് ചോദിക്കരുത്. കാരണം എല്ലാത്തിനും ഒന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലവറുള്ള ഒരു ചെടി എടുത്തത്. അപ്പം ഈ ഒരു ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ള പ്ലാന്റാണ് എല്ലാ പ്ലാന്റുകളും. അതുപോലെ ചെറിയ കവറാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. എല്ലാം നമുക്കിവിടെ കൊണ്ടുവന്ന് ഏകദേശം 1 മാസമായിട്ടുള്ള എല്ലാം സെറ്റായ പ്ലാന്റാണ്. നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് വരുന്നത്. അടർണയുടെ ഈ ഒരു വലിപ്പമൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്. ചെറിയ പ്ലാന്റാണ് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുക. പ്ലാന്റിൻ്റെ സൈസ് നോക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും അടർണയുടെ പ്ലാന്റുകൾ വരിക കേട്ടോ. ഇതാണ് വലിപ്പം വരുന്നത്. അപ്പോൾ ഫ്ലവറുള്ള ഒരു ചെടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. എല്ലാത്തിലൊന്നും ഫ്ലവർ ആയിട്ടില്ല. ഫ്ലവർ ഉള്ളത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇതാണ് അടർണയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 320 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത്. എല്ലാം ഫ്ലവറിങ് സ്റ്റേജ് ആകാനായിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കെല്ലാം ഫ്ലവർ ആകുന്ന പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ 320 രൂപയാണ് അടർണയുടെ പ്ലാന്റിൻ്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന സുവർണയാണ്. സുവർണയുടെ പ്ലാന്റ് ഈ ഒരു വലിപ്പമൊക്കെയുള്ള പ്ലാന്റ് ആണ്. എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവർ ആയിട്ടില്ല എല്ലാത്തിലും. ഇത് കണ്ടില്ലേ, ഒരു ഇതുപോലെ മുട്ടുകളൊക്കെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാത്തിലും ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇതാണ് സുവർണയുടെ പ്ലാന്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ പൂക്കൾ ലഭിക്കുന്ന ഒരു 2 കളറിൽ, അതൊരു വൈറ്റും ഒരു യെല്ലോയും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് സുവർണയുടെ വരുന്നത്. നമുക്കറിയാം, നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. ഇതിൻ്റെ വില വരുന്നത് 180 രൂപയാണ്. 180 ആണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന അർജുനയാണ്. അർജുനയുടെ പ്ലാന്റുകൾ നമുക്കറിയാം, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരു 3 കളറൊക്കെ പൂക്കൾ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് അർജുനയുടെ പ്ലാന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അർജുനയ്ക്കും വരുന്നത്. ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ഫ്ലവർ ഇതുപോലെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന പ്ലാന്റ് ആണ്. എല്ലാം പെട്ടെന്ന് തന്നെ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഫ്ലവർ ആകുന്ന പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അർജുനയുടെയും. അതുപോലെ മറ്റുള്ള എല്ലാ പ്ലാന്റുകളും പിന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കവർ സൈസ് ആണെങ്കിലും നമ്മളിവിടെ കൊണ്ടുവന്ന് ഏകദേശം ഒരു മാസമായ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഫ്ലവർ ആകാനായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. അടിപൊളി പ്ലാന്റ് ആണ് എല്ലാം വരുന്നത്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അയച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലൊരു പിന്നെ അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നല്ല സന്തോഷം കേട്ടോ. അത്രയും നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് പ്ലാന്റ് മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിൻ്റെ വരുന്നത് അർജുനയുടെ. ഈ പ്ലാന്റിനും 200 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്ന 7 സ്റ്റാർ ആണ്. 7 സ്റ്റാർ നമുക്കറിയാം നല്ലൊരു വെറൈറ്റിയാണ്, പുതിയൊരു വെറൈറ്റിയാണ് 7 സ്റ്റാർ. നമ്മുടെ ഒരു റയർ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് 7 സ്റ്റാർ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിരുന്ന പ്ലാന്റ് ആണ് 7 സ്റ്റാർ. അപ്പോൾ നമുക്ക് വീണ്ടും പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് വരുന്നത് 7 സ്റ്റാർ. ഇതിൻ്റെ ഒക്കെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും ഫ്ലവർ ആയിട്ടുള്ള ഫ്ലവർ സ്റ്റേജിലേക്ക് എത്തിയ പ്ലാന്റ് ആണ്. എല്ലാം മുട്ടൊക്കെ ചിലതിലൊക്കെ മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ 7 സ്റ്റാർ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് വരുന്നത്. ഈ പ്ലാന്റിന് 200 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ച് ആണ്. ഫയറോപ്പാൽ ഓറഞ്ച് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഫയറോപ്പാൽ ഓറഞ്ച്. അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ഫയറോപ്പാലിൻ്റെ വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. അടുത്ത് വരുന്ന ചോക്ലേറ്റ് ബ്രൗൺ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല ചോക്ലേറ്റിൻ്റെ കളറുള്ള പൂക്കളാണ് ഇതിന് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ വരുന്നത്. എല്ലാം ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹാർഡ് സ്റ്റെമ്മിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടാൽ അറിയാം അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നിറയെ റൂട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ മണ്ണ് കളയരുത്. മണ്ണ് കളയാതെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് ചോക്ലേറ്റ് ബ്രൗൺ വരുന്നത്. 180 രൂപയാണ്. 180 ആണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ്. ഗോൾഡൻ സൺഷൈൻ അത്രയധികം ഓർഡർ വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പം ഒരുപാട് എൻക്വയറി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുകൊണ്ട്. അപ്പോൾ ഒരു 7 കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന, കളർ ചേഞ്ചായി 7 കളറിൽ പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ. അപ്പോൾ ഇതുപോലെ ഫ്ലവറിങ് സ്റ്റേജിലേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. എല്ലാത്തിലൊന്നും ഫ്ലവർ ഇതുപോലെ ആയിട്ടില്ല കേട്ടോ. ഫ്ലവറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. മുട്ടുകളാണ്, ചിലതിലൊക്കെ മുട്ടും ഉണ്ടാവില്ല. അപ്പോൾ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ പൂക്കളാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 160 രൂപയാണ് ഗോൾഡൻ സൺഷൈൻ വരുന്നത്. അടുത്ത് വരുന്നത് വയലറ്റ് സെപ്റ്റംബർ ആണ്. വയലറ്റ് സെപ്റ്റംബർ നമുക്കറിയാം നല്ല വയലറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് ബട്ടർ കപ്പിൻ്റെ പൂക്കളോടൊക്കെ സാമ്യമുള്ളൊരു പൂക്കളാണ് വയലറ്റ് സെപ്റ്റംബർ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് നോട്ട്സുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല നിറയെ ബുഷായിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം, പരമാവധി പോയാൽ ഒരു മാസം കൊണ്ടൊക്കെ ഫ്ലവർ ആകുന്ന ചെടിയാണ് വയലറ്റ് സെപ്റ്റംബർ ഒക്കെ വന്നിരിക്കുന്നത്. നിറയെ ഇത് പിന്നെ ശാഖകൾ, ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 180 രൂപയാണ്. 180 ആണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന റൂബി റെഡ് ആണ്. റൂബി റെഡ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ഫെറോപ്പാൽ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ബീട്രൂട്ട് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ. റൂബി റെഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. അത്രയധികം എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് റൂബി റെഡ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ചെറിയ പ്ലാന്റ് ആണ്. 150 ആണ് ഇതിൻ്റെ വില വരുന്നത്. 150 രൂപ. അടുത്ത് വരുന്ന ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ കീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ചില്ലി വെറൈറ്റികളൊക്കെ. അപ്പോൾ ചില്ലി ഓറഞ്ച് ആണ് വരുന്നത്. ചില്ലി ഓറഞ്ചിലൊക്കെ എല്ലാത്തിലും ഫ്ലവർ, മിക്കവാറും എണ്ണത്തിലും ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ പ്ലാന്റിന് മാത്രമേ ഫ്ലവർ ആകാത്തേ ഉള്ളൂ. എല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. മിക്കവാറും എണ്ണത്തിലും ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റാണ് ചില്ലി ഓറഞ്ച് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 150 ആണ്. 150 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന ചില്ലി റെഡ് ആണ്. ചില്ലി റെഡിന്റെ ഈ ഒരു വലിപ്പമൊക്കെയാണ് പ്ലാന്റിന് വരുന്നത്. ചില്ലി റെഡിൽ എല്ലാത്തിലും ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല, ചിലതിലൊക്കെ ഇങ്ങനെ മൊട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലവർ ആയിട്ടുള്ള ഒരു ചെടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ചില്ലി ഓറഞ്ച് പോലെ എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്ന ചെടികളാണ്. എല്ലാം ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 150 ആണ്, 150 രൂപയാണ് വില വരുന്നത്. അടുത്ത വരുന്ന 3 സ്റ്റാർ ആണ്. 7 സ്റ്റാർ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു, 3 സ്റ്റാർ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് 3 സ്റ്റാറിന്റെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാർഡ് സ്റ്റെമ്മിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 3 സ്റ്റാറിന്റെ പൂക്കൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് 3 സ്റ്റാറിന്റെ പൂക്കൾ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്. 3 സ്റ്റാർ ഇവിടെയുള്ള ഒരു മദർ പ്ലാന്റ്, അതായത് നമ്മൾ ചട്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതേ പ്ലാന്റ് നമ്മൾ സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, 3 സ്റ്റാറിൻ്റെ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ്, പെട്ടെന്ന് ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ മാറ്റി വെച്ചിട്ടുള്ള 8 ഇഞ്ച് പോട്ടിലേക്ക് റീപോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമ്മളൊരു 5-6 പ്ലാന്റ് ഇതുപോലെ റീപോർട്ട് ചെയ്ത്. ഗ്ലബ്ര എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്ലബ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതിന്റെ പൂക്കൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് കേട്ടോ. നല്ല അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളർ, നല്ല കടും വയലറ്റ് കളറിലുള്ള പൂക്കൾ ആണ് വരുന്നത്. എത്ര ഭംഗിയാണ് നോക്കിയെങ്കിൽ ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത്. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫ്ലവർ ആണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് കുറവാണ്. ഫ്ലവർ ഇപ്രാവശ്യം ആദ്യമായി പൂത്തതാണ് ഈ ചെടി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലബ്രയുടെ ചെറിയ തൈകളെ നമുക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 100 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന മഹാറ റെഡ് ആണ് കേട്ടോ. മഹാറ റെഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് സെയിലായി പോയ പ്ലാന്റ് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. മഹാറ റെഡ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എന്നാൽ ഇതിന്റെ ഒരു പർപ്പിൾ കളറാണ് പൂക്കൾ വരുന്നത്. എല്ലാത്തിലും ഇതുപോലെ പൂക്കളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ചിലതിലൊക്കെ പൂക്കൾ ഇല്ലാത്തേ ഉള്ളൂ, നിർബന്ധം പിടിക്കരുത്, പൂക്കൾ ഉള്ളത് തന്നെ വേണമെന്ന്. അപ്പോൾ മിക്കവാറും എണ്ണത്തിലും ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് മഹാറയുടെ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ്, 80 റുപ്പീസാണ് വരുന്നത്. അടുത്ത് വരുന്ന മഹാറയുടെ വൈറ്റ് ആണ് കേട്ടോ. ഇതുപോലെ കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ്. കുഞ്ഞു പ്ലാന്റ് ആയതുകൊണ്ടാണ് ചെറിയ പൂക്കൾ. അപ്പോൾ ഇത് പ്ലാന്റ് ഒക്കെ മെച്ചൂർഡായി കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മഹാറയുടെ വെറൈറ്റികളൊക്കെ. അപ്പോൾ മഹാറയുടെ വൈറ്റും അതുപോലെ റെഡ് കളറുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉള്ളത്, സ്റ്റോക്കിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കളറൊക്കെ വരാനുണ്ട്, ഓറഞ്ചും അതുപോലെ പിങ്കും ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വൈറ്റും അതുപോലെ പർപ്പിൾ കളറും റെഡ് കളറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ്. പിന്നെ ബ്രസ മജന്തയുടെ അടിപൊളി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് കിടിലം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാന്റ്, അത്രയും ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന ബ്രസ മജന്തയുടെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എല്ലാത്തിലും ഇതുപോലെ തിക്കായിട്ട് പൂക്കൾ വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റിയാണ് ബ്രസ വെറൈറ്റികളൊക്കെ. അതിൻ്റെ മജന്ത കളറാണ് പൂക്കൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 500 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല തിക്കായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്, ബ്രസ മജന്തയുടെ പൂക്കൾ ചെടികൾ. അപ്പോൾ ഈ വളരെ കുറഞ്ഞ പ്ലാന്റുള്ള ഒരു 10-15 പീസുകൾ മാത്രമെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ. 500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്, 500 ആണ്. അടുത്ത് വരുന്ന ഫയറോപ്പാലിൻ്റെ വലിയ പ്ലാന്റുകൾ. ഫയറോപ്പാലിൻ്റെ ചെറിയ പ്ലാന്റ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പുണ്ട്. അപ്പോൾ ഇത് കവർ സൈസ് പ്ലാന്റുകൾ ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് കാണിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാം. ഫയറോപ്പാലിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്, ഇതുപോലെ വലിയ പ്ലാന്റും ഉണ്ട് കേട്ടോ. ഫയറോപ്പാലിൻ്റെ വലിയ പ്ലാന്റിന് 400 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ. ഇതുപോലെ നിറയെ പൂത്ത് കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. പിന്നെ ഇതുപോലെ ഫ്ലവറിങ് സ്റ്റേജിലൊക്കെ വലിയ പ്ലാന്റാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വലിയ മദർ പ്ലാന്റാണ്. എല്ലാം പൂക്കളായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന ലേഡി മേരി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാത്തിലും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതുപോലെ എല്ലാത്തിലും ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ലേഡി മേരിയുടെ വരുന്നത്. നല്ല ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ. എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, എല്ലാം റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. നിറയെ ഫ്ലവർ ഇടാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ. ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ടാവില്ല, അത് ക്ഷമിക്കണം. എല്ലാവർക്കും ഒന്നും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന വരില്ല. ഫ്ലവറൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോളും കേട്ടോ. ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഫ്ലവർ ആകുന്ന പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 100 രൂപയാണ് ഇതിന്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന ലേഡി മേരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ഗോൾഡൻ മരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ID മാറിപ്പോയതാണ്. ആ പ്ലാന്റ് ഓർഡർ ചെയ്തവരാരും ഇത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ മരിയ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ നമുക്ക് പേര് പറയുമ്പോൾ വീഡിയോയിൽ പേര് പറയുമ്പോൾ മാറിപ്പോയതാണ്. ഇത് ഗോൾഡൻ മരിയ അല്ല, ശരിക്കും പറഞ്ഞാൽ ലേഡി മേരിയാണ്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവർ വാങ്ങണ്ട കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഓർഡർ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പ്ലാന്റ് വാങ്ങണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറാണ് വരുന്നത്. യെല്ലോ കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ലേഡി മേരിയാണിത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ മരിയ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന പ്ലാന്റാണ്. ഗോൾഡൻ മരിയ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഈ പ്ലാന്റ് വാങ്ങേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അടുത്ത് വരുന്ന തായ്ബോൾ വൈറ്റ് ആണ്. തായ്ബോൾ വൈറ്റ് ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് തായ്ബോൾ വൈറ്റ്. നല്ല കട്ടയായിട്ട് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് തായ്ബോൾ വൈറ്റിലല്ല. എല്ലാത്തിലും ഫ്ലവർ, മിക്കവാറും എണ്ണത്തിലും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റാണ്. എല്ലാം നല്ല വലിപ്പമുള്ള നല്ല മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കവർ സൈസ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ ലഭിക്കുന്നത്. ഇപ്പം തന്നെ പൂക്കളായി, എല്ലാത്തിനും മിക്കവാറും പൂക്കളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം നമ്മൾ ഈ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഏകദേശം നമ്മൾ കൽക്കട്ടയിൽ നിന്ന് വന്ന പ്ലാന്റുകളാണ്. നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഏകദേശം 1 മാസത്തിന് മേലെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഫ്ലവർ, മിക്കവാറും എണ്ണത്തിനും ഫ്ലവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് തായ്ബോൾ വൈറ്റിന് വരുന്നത്. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഡോക്ടർ റാവു ഓറഞ്ച് ആണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ. അത്രയും ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തപ്പോൾ പൂക്കളൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഏകദേശം പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഏകദേശം 1 മാസമായി. അതുകൊണ്ട് തന്നെ മിക്കവാറും എണ്ണത്തിൽ ഇതുപോലെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും ഒന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാത്തിനും പൂക്കൾ ആകുന്നേ ഉള്ളൂ. ഇതുപോലെ മുട്ടുകളൊക്കെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 80 റുപ്പീസാണ്. 80 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് ഡോക്ടർ റാവു റെഡ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ് ആണ് വരുന്നത്. എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതുപോലെ ചിലതിലൊക്കെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് റെഡ് കളറിന്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ്. അപ്പോൾ ഏകദേശം 20ഓളം പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റുകൾ, ഇത്രയും പ്ലാന്റുകൾ നമുക്ക് മൊത്തമായിട്ട് എടുക്കുമ്പം നമ്മളൊരു മിനിമം ചാർജ് മാത്രമാണ് കൊറിയർ ചാർജ് പറയുന്നത്. അപ്പം ഒരുപാട് പ്ലാന്റുകൾ, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്ലാന്റുകൾ എടുക്കുമ്പോൾ വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ചില ആൾക്കാരോടൊക്കെ നമ്മൾ പ്ലാന്റ് മിനിമം ചാർജ്, നമ്മൾ ഒരു മിനിമം ചാർജ് 80 രൂപ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ അയക്കുമ്പോൾ ചിലപ്പോൾ ഒരു 100, 200, 300 രൂപ ഒക്കെ ആകാറുണ്ട്. കാരണം ഈ വെയിറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ നമ്മൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്താലും നമ്മൾ 80 രൂപ തന്നെയാണ് പറയുന്നത്. അത് പ്ലാന്റുകൾ അയച്ചതിന് ശേഷമാണ് അതിന് ബാക്കി എമൗണ്ട് എത്ര വരിക എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ അയച്ചു തരാറുണ്ട്. മിക്കവാറും ആൾക്കാർ അതിൻ്റെ ബാലൻസ് പൈസ അയച്ചു തരാറില്ല. കാരണം നമുക്കത് വലിയൊരു നഷ്ടമാണ്. പരമാവധി എല്ലാവരും അതിൻ്റെ ബാലൻസ് പൈസ അയച്ചു തരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ലാഭത്തിനാണ്. നിങ്ങൾക്കറിയാം, ഓൺലൈനിലൊക്കെ ഇത്രയും നല്ല ചെടികളൊക്കെ നല്ല വിലയൊക്കെയാണ് മിക്കവാറും ആൾക്കാർ കൊടുക്കുന്നത്. അത്രയും ചീപ്പ് റേറ്റിനാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.